പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകുവാനായി. പല രാജ്യങ്ങളിൽ പല ടൈം സോണുകളാണല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിപ്പാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യാൻ വന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രാർത്ഥന ധ്വനി കേരള കൗൺസിലിന്റെ കോർഡിനേറ്ററായ സേവനം അനുഷ്ഠിക്കുന്ന അനുഗ്രഹീത ദൈവനും സുശിക്ഷകനും ഷാരൂഖ് ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ സിജി ജോൺസൺ പാസ്റ്ററാണ്. കർത്താവിന്റെ ദാസനെ ആദരപൂർവ്വം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന് ധന്യമായ നാമം ഈ നല്ല പ്രഭാതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ആണ്ടിന്റെ ഒരു മാസം കൂടെ ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. രണ്ടാമത്തെ ആണ്ടിന്റെ പ്രാരംഭ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ആവശ്യമായ എല്ലാ ദൈവകൃപയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്ന് നമ്മെ സഹായിപ്പാൻ, നമ്മെ ആദരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ഈ പ്രഭാതത്തിലെ മീറ്റിംഗ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, പുതിയ ആണ്ടിന്റെ കഴിഞ്ഞുപോയ ഒരു മാസക്കാലം കൂടെ അത്ഭുതകരമായി രക്ഷകരമായി നീ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച് നടത്തിയ അവിടുത്തെ എല്ലാ വിശ്വസ്തകൾക്കും അവിടുത്തെ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരുന്ന എല്ലാ അനുഭവങ്ങളിലും ഞങ്ങളെ അവിടുന്ന് കരുതിയ സ്തോത്രം. ആപത്തുകളും അപകടങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തെ അനുഭവങ്ങളില് ദൈവകരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകാല പ്രാർത്ഥന ദിനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അതിന് നേതൃത്വം വഹിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള കൗൺസിലുകൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, മറ്റു സഹോദരങ്ങൾക്കായി എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ഞങ്ങളുടെ ദാസൻ ബെൻസിൻ പാസ്റ്റർക്കായി, തന്റെ കുടുംബത്തിനായി സ്തോത്രം, തന്നിലൂടെ തികയ്ക്കുന്ന എല്ലാ നല്ല ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾക്കായും ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല ദിനങ്ങളില് വിവാദത്തില് കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സന്നദ്ധിയില് ഒത്തുചേർന്ന് പ്രാർത്ഥിപ്പാൻ, കർത്താവേ, ഒരുമിച്ച് അവിടുത്തെ വചനങ്ങളെ ചിന്തിപ്പാനൊക്കെ ഒരുക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായും നന്ദി പറയും. ദൈവസന്നിധിയിലേക്ക് വീണ്ടും സമർപ്പിക്കുന്നു. ഈ പകലും തുടർന്നും കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണം. ഈ മീറ്റിങ്ങിന്റെ മേലെ കർത്താവിന്റെ ആദരം പകരപ്പെടുവാനിടയാകണം. അങ്ങേ പാടുവാനും അങ്ങേ ആരാധിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ എല്ലാ ദൈവകൃപയും അവിടുന്ന് പകരേണ്ടതിനായി സ്തോത്രം. തുടർന്ന് കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസിക്കായി സ്തോത്രം നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്തരുണത്തിലെ വിവിധ അനുഭവങ്ങളിൽ നിന്ന് കർത്താവെ, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഒരിക്കലൂടെ സ്തോത്രം ചെയ്യും. നന്മകളാല് അവിടുന്ന് നിറയ്ക്കണം. തിരുനാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തണം. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന് ഏറ്റവും വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് ധന്യമായ നാമത്തിന് ഒരിക്കലൂടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രഭാതത്തിലെ വിവിധ അനുഭവങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയുടെ തണലിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിപ്പാനുള്ള സമയമാണ്. ഇന്ന് ദൈവസന്നിധിയില് ഗാനങ്ങൾ ആലപിക്കുന്നത്, ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് കർത്താവിന്റെ ദാസി ഷേർലി ജോൺ ആണ്. മറ്റു വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടുകൂടെ സംഗീത ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു അവസരം തന്ന ബെൻസൺ പാസ്റ്റർ കുടുംബത്തിന് എല്ലാ ദൈവമക്കൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് രാവിലെ കാലം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്ത നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നമുക്ക് പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ
നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ. അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ, അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ നിന്നെ മുഴുവൻ സൂക്ഷിക്കാം. എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ നിന്നെ മുഴുവൻ സൂക്ഷിക്കാം. മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കെന്നെ കാത്ത കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ, ഇപ്പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണം. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി, ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിലുറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിലുറവിടമേ, ആശ്വാസദായകനേ. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി
എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക് ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക് ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക് നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക് വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക് വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക് നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക് നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്നേഹമേറിയ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ പകൽക്കാലം ഹല്ലേലൂയ തന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അല്പസമയം പാടുവാനുള്ള ദൈവകൃപയൊക്കെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. തുടർന്നുള്ള പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അനിഷ്ട സംഭവങ്ങളെ കൂടെ നിറഞ്ഞ ലോകത്ത് ഭാരമേറിയ ഒത്തിരി വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് മേലും ദൈവത്തിന്റെ അദൃശ്യകരം നീട്ടി മാനിക്കണമേ. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഇതിന്റെ മുൻപന്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശ്രേഷ്ഠദാസന്മാരെയും കുടുംബങ്ങളെയും സ്വർഗം ആദരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത് പകൽക്കാലം വിചാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സർവശക്തി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജന്മിച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നാമത്തിന് വീണ്ടും മഹത്വം ചൊല്ലുന്നു. പ്രത്യേകിച്ച് പ്രഭാതത്തില് ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കപ്പെട്ട അവസരത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകാല അതിൽ നേതൃത്വം നൽകിയ പ്രിയ കർത്താസി ഷേർലി ജോണിനോടുള്ള നന്ദി ഈ പ്രഭാതത്തില് അറിയിക്കുന്നു. കർത്താവിന്റെ കൃപ വീണ്ടും തന്റെ മേല് പകരുവാനായിട്ടിടയാകട്ടെ. തുടർന്ന് നമ്മൾ ചെയ്തു വരുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ഉയർത്തിപ്പെട്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വഹിച്ച് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ പ്രഭാതത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് കർത്താവിന്റെ ദാസി ജെസ്സി മനോജ് അവറുകളാണ്. പ്രാർത്ഥന ധ്വനി കേരള കൗൺസിലിലെ സബ് എഡിറ്ററായിട്ട് വളരെ നല്ല നിലയിലെ സേവനം അനുഷ്ഠിച്ചു വരുന്ന പ്രിയകത്ത് ദാസി തുടർന്നുള്ള സമയങ്ങള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നേതൃത്വം വഹിക്കും. അതിനായിട്ട് പ്രിയകത്ത് ദാസിയെ ദൈവസന്നിധിയിൽ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതത്തില് പ്രാർത്ഥനയുടെ തണ്ണിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും വേഗം വന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവും വന്ദനവും അറിയിക്കുന്നു.
പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തക്കാണ് അവസരം ഒരുക്കി തന്ന ദേവദാസനോടുള്ള നന്ദി തരണ അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് പ്രഭാതത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുള്ളതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകം ആകമാനം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഭക്തന്മാരും പ്രാർത്ഥന എന്ന ആയുധം നന്നായി പ്രയോജനപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥനയുടെ റിസൾട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മളെ ഈ പ്രഭാതത്തിലോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുവാന് പ്രചോദനം നൽകിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ദൈവസന്നിധി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 15:14-15 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാകുന്നു. ഹല്ലേലൂയ. അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നത് അത് ലഭിച്ചു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധി നമ്മൾ പലവിധമായ വിഷയങ്ങളെ ദൈവസന്നിധി വെക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അതിന്റെ മധ്യത്തിൽ വെളിപ്പെടേണ്ടത് വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധി ആ കൃപാസനത്തോട് അടുത്ത് എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്: ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വിഷയങ്ങളുമായിട്ട് നമുക്ക് കടന്നുചെല്ല. ദൈവപാദപീഠത്തെങ്കിൽ ഹല്ലേലൂയ, ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്ന് ജീവിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവസന്നിധി ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് ആ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സജിനി. ഞാനൊരു ലോണിൻ്റെ കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ ദിവസം കൊണ്ടേക്കും ബാങ്കിൽ ചെന്നവരെ ഇന്ന് പറയാം നാളെ പറയാന്നുള്ള അവസ്ഥയിൽ പറഞ്ഞു വിടുകയാണ്. ലാസ്റ്റായിട്ട് തിങ്കളാഴ്ചത്തേക്ക് ഈ ലോണിൻ്റെ കാര്യത്തിനുള്ള മറുപടി തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. അധികാരികളോട് ദൈവാത്മാ ശക്തമായിട്ട് പെടുവാൻ ഒരു മറുപടി ലഭിപ്പാൻ ദൈവമക്കളെയും കർത്തദാസന്മാരെയും പ്രാർത്ഥനയും ചോദിക്കുന്നു. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എൻ്റെ മോൾ സ്നേഹ, അവൾ ഇന്നലെ രാത്രിയിൽ ക്ഷേമത്തോടെ സമാധാനത്തോടെ ജോർജിയ ചെന്നെത്തി. നിങ്ങൾക്കറിയാലോ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അവിടെ യാത്രയ്ക്ക് വേണ്ടി പഠനകാര്യത്തിനാണ് അവൾ ജോർജിയയിൽ കടന്നുപോയത്. യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആവശ്യപ്പെട്ടു. ദൈവമക്കളെ, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി. പ്രത്യേക പ്രിയ ദേവദാസൻ ബെൻസൺ പാസ്റ്റർ കുടുംബം എല്ലാ ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഒരു പ്രയാസമോ ഭാരവും ഉണ്ടോ, വളരെ സന്തോഷത്തോടെ അവൾ ആയിരിക്കുന്നത്. ഞാൻ പ്രഭാതത്തിൽ വിളിച്ചായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? സൗരി, ഞാൻ സഹോദരിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ലോണിന്റെ വിഷയത്തിൽ ഭാരപ്പെടുന്ന സഹോദരിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ലോണിന്റെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു സഹോദരിയില്ലേ, ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പേര് പറഞ്ഞ ബെൻസൺ പാസ്റ്റർ ഒരുപാട് പേര് പറഞ്ഞില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഹലോ, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കും.
ഞങ്ങൾ പ്രാർത്ഥനാധ്വനിയായിട്ട് കർത്താവെ നിന്റെ മകളെ ദിവസം ഏൽപ്പിക്കുന്നു. അനേക ദിവസങ്ങളായിട്ട് ഭാരത്തോടെ ഞങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്ന കർത്താവെ ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. ദൈവമേ, ഞങ്ങൾക്ക് ഇനി ഈ വിഷയം കേൾക്കാൻ ഇടയാകരുത്. തിങ്കളാഴ്ച കർത്താവെ ആ സഹോദരന്റെ വിഷയത്തിൽ റൈമനാജിൽ കൗഷ്യ റൂജല സടജാതൻ പൗഷം അസ്തൻ കടകം ജിതാല പരിവീറവിടൽ കമ്പലവാദ പടകജാതനം ദൈവാവിഷയത്തിൽ പ്രവർത്തനായി സ്തോത്രം. ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്, വ്യാപാരത്തോടുള്ള വിഷയത്തിന് കർത്താവേ നീ അധികാരത്തോട് സംസാരിക്കണം. തിങ്കളാഴ്ച ചെല്ലുമ്പോൾ ആ വിഷയത്തിന് ഒരു മറുപടി കേട്ടെന്ന് കേൾപ്പാൻ സഹായിക്കണേ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ 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 ആമേൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ആർക്കും ഇനി വിഷയങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അതതായിട്ട് നമുക്ക് പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ദേവദാസ് മെൻസം പാസ്റ്ററെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ആന്റി, കുഞ്ഞുങ്ങൾ 2 പേര്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനങ്ങള് അവർക്ക് അനുഗ്രഹമായ നേതൃത്വം അവർ കൊടുക്കുന്നല്ലോ. ദൈവം അവരെ പിന്നെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥന ധ്വനിയുടെ പ്രവർത്തനം പിന്നെയും അനേക ഇടങ്ങളിൽ വ്യാപിക്കുവാനും ഹല്ലേലൂയ സ്തോത്ര അതിന് നേതൃത്വം കൊടുക്കുന്ന അനേക ദേവദാസന്മാരുണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെയൊക്കെ വെളിപ്പെടേണ്ട അനേകർക്ക് അത് അനുഗ്രഹമായി ഈ ദിവസനെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഇത് മുഖാന്തര അവസരങ്ങൾ ഉണ്ടാകുന്നല്ലോ. അനേക ഹല്ലേലൂയ വിടുതന്റെ സാക്ഷിയൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവം വലിയ അത്ഭുതങ്ങൾ പിന്നെയും ചെയ്യേണ്ടതിനായിട്ട് ഓരോ ചാപ്റ്ററിനെ വഹിച്ച് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ദേവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി ഒരിക്കലൂടെ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ തിരുസന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഞങ്ങളുടെ ദാസൻ വിൻസൻ പാസ്റ്റർക്കായി, കർത്താവേ അങ്ങയുടെ ദാസിക്കായി, ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കുടുംബമായി നീ അവിടുത്തോളം പരിപാലിച്ച് നടത്തുന്ന അവിടുത്തെ എല്ലാ നന്മകളെയും അവിടുത്തെ എല്ലാ വിശ്വസ്തകളെയും ഓർത്ത് ഞങ്ങൾ അവിടുത്തെ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ആവശ്യമായ എല്ലാ ദൈവകൃപയും നിന്റെ ദാസന്റെ ജീവിതത്തിൽ അവിടുന്ന് പകരണമേ. നന്മകളാൽ ആദരിക്കുന്ന, നന്മകളാൽ അലങ്കരിക്കുന്ന ദൈവത്തിൻ്റെതായിരിക്കുന്ന കൃപ ഈ പുതിയ ആണ്ടിന്റെ ദിനങ്ങളിൽ നിന്റെ ദാസന്റെ മേല്, ശുശ്രൂഷകളുടെ മേല്, കർത്താവേ കുടുംബത്തിന്റെ മേല്, തന്റെ തലമുറകളുടെ മേല് അവിടുന്ന് പകരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചന പ്രകാരം യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന നിന്റെ വചനത്തിന്റെ നിവർത്തി അതിന്റെ എല്ലാ നിലകളിലും നിന്റെ ദാസനോടും തന്റെ കുടുംബത്തോടും തന്റെ ശുശ്രൂഷകളോടും ഉള്ള ബന്ധത്തില് പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവിന്റെ സന്നദ്ധിയില് കർത്താവെ അവിടുത്തേതായിരിക്കുന്ന കൃപ അനുഭവിക്കത്തക്കവണ്ണം, പ്രാർത്ഥനകളുടെ മറുപടികൾ പ്രാപിക്കത്തക്കവണ്ണം ദൈവം പകർന്ന വലിയ കർത്താവ് ദർശനത്തിനായി ഒരിക്കലൂടെ അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം ദൈവസ്ഥനിലായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ദാസനെ നിന്റെ സന്നദ്ധിയിലേക്ക് വേർതിരിച്ച് വ്യക്തിപരമായി കുടുംബമായി കർത്താവെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം അവിടുന്ന് പകരുന്നതിനാൽ സ്തോത്രം. നന്മകളാൽ അവിടുന്ന് നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. മഹത്വം ഞങ്ങൾ അവിടുത്തെ നാമത്തിന് അർപ്പിക്കുന്നു. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിനേറ്റം വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ദൈവസഭകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേക പ്രതികൂലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നല്ലോ. അവിടെയൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ കേരളത്തിലെ ദൈവസഭകള്, ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം മാനിക്കേണ്ടതിനായിട്ട് എല്ലാ പ്രതികൂലങ്ങളെ നീക്കി പിന്നെയും ദൈവസഭകൾ വളർന്നു വരുവാൻ, അനേക ഇടങ്ങളിൽ ദൈവസഭകൾ പിന്നെയും വളരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കായി, അതുപോലെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ, ദൈവസഭകൾ, ദൈവദാസന്മാർ, ഇവരെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിതമേ സ്തുതിക്കാൻ നൽകിയ ഈ നല്ല സമയത്തിനായ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്ന ഈ അതിരാവിലെ സമയത്ത് കർത്താവിന്റെ മക്കളാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥനാദിനയുടെ തണലിന് കീഴിലായിരിക്കാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പറഞ്ഞ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വലിയ കൃപ ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പലരും പലവിധമായ പ്രയാസത്തിൽ കൂടെ ഒക്കെയും കടന്നു പോകുമ്പോൾ ദൈവമേ വീണ്ടും ഞങ്ങൾ ദൈവസഭ വളരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെയുള്ള എല്ലാവരെയും ശക്തമായിട്ട് അവിടുന്ന് ഉപയോഗിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. ആർക്കും ഒരു ദോഷം ഉണ്ടാകുവാൻ ഇടയാകാതെ നിന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവരെ ഇടയാക്കണം. കുടുംബങ്ങളായി ദൈവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി കൂടുതലായി അനേക ആത്മാക്കളെ തീന്ന് വലിച്ചെടുക്കുവാനുള്ള കൃപ അവർക്ക് എല്ലാവർക്കും ദൈവം നൽകിക്കൊടുത്ത് കർത്താവെ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ അനുഗ്രഹിക്കണമേ, വളർത്തണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടിരിക്കായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലെ ജയിലായിരിക്കുന്ന ദേവദാസന്മാരെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് സുശേഷകരായ ജോസ് പാപ്പച്ചൻ, അതുപോലെ ഭാര്യ ഷീജ, രാകേഷ് അഗർവാള്, അതുപോലെ ഭാര്യ സഖി, ഇവരുടെ പ്രോസിക്യൂഷൻ റിലീഫ് ഹൈക്കോടതിയിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ബ്രദർ ഷിബു തോമസ് ആണ്. പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്താൽ നിറയ്ക്കേണ്ടതിനായിട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ എല്ലാം അനുകൂലമായി ദൈവം തീർക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ദൈവ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ കരങ്ങളെ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടെ വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ നടക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. കരുണാസമ്പന്നനും നിത്യനും പരിശുദ്ധനുമായിരിക്കും ഞങ്ങളുടെ നല്ല യേശു കർത്താവെ. നന്ദി അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവ്. പുതിയ മാസത്തിന്റെ ആരംഭ ദിവസക്കാലം കർത്താവെ നാഥാ ഞങ്ങൾ അപ്പച്ചന്റെ പാദപിടുത്തോട് ചേർന്ന് വരുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യട്ടെ. ആമേ കർത്താവെ. നാഥാ ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലെ ജയിലുകളിലായിരിക്കുന്ന ദേവദാസന്മാരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആമേ കർത്താവരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. നാഥ അവർ ജയിലുകളിലായിരിക്കുമ്പോൾ അവർ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വ്യതകള്, കഷ്ടങ്ങൾ, അവരുടെ തലമുറകൾ അനുഭവിക്കുന്ന വേദനകൾ ഒക്കെ നാഥ അങ്ങ് അവിടെ നിന്ന് അറിയുന്നുവല്ലോ. നാഥ ഹല്ലേലൂയ. ജയിലുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ അതിനേക്കാൾ നീതി ലഭിക്കേണ്ടതിന്, ഹല്ലേലൂയ, ന്യായം ലഭിക്കേണ്ടതിന്, ഹല്ലേലൂയ അപ്പാ ഞങ്ങൾ അപ്പച്ചന്റെ പാദപിടുത്തങ്ങൾ ആ വിഷയത്തെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല എന്നുള്ള തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവ്. നീതിയോടെ വിധിക്കുന്നവൻ അങ്ങാകുന്നുവല്ലോ യേശുപ്പ. ദൈവമേ ജയിലുകളിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ, ഓരോ ദേവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവ് അങ്ങേക്ക് അവിടെ നിന്ന് കരുണ തോന്നി കർത്താവ് അവർക്ക് വേണ്ടി കർത്താവ് അങ്ങ് അവിടെ നിന്ന് അത്ഭുതത്തിന്റെ ക്രിയകളെ ഒന്ന് ചെയ്തെടുക്കുമാറണമേ. ആമേ കർത്താവേ. നാദി കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് ഹല്ലേലൂയ ആമേ കർത്താവെ ജഡ്ജിമൊക്കെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവ്. നാഥ അങ്ങറിയാതെ ഒരു വാക്ക് ഞങ്ങളുടെ നാവിന്മേലില്ല എന്നുള്ള തിരുവചനത്തിനായി സ്തോത്രം കർത്താവ്. അധികാരികളുടെ മനസ്സ് കർത്താവ് നീർത്തോടുകളൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. കർത്താവിന് ഹിതകരമായ ഇടത്തേക്ക് കർത്താവ് അങ്ങ് അതിനെ തിരിക്കുന്നുവല്ലോ. അതിനെ ദൈവജനത്തിന് അനുകൂലമായ ഹല്ലേലൂയ ആമേ നീതിയോടെയുള്ള വിധികൾ കർത്താവ് ഉണ്ടാകേണ്ടതിന് കർത്താവ് അധികാരികളോട് കർത്താവെ അങ്ങ് ഇടപെടുമാറാകണമേ. ഈ ദിവസങ്ങളിൽ കർത്താവരുടെ പേപ്പറുകൾ കർത്താവേ നാഥ ഹല്ലേലൂയ ആമേ ഹാൻഡിൽ ചെയ്യുന്ന പ്രിയ ഹല്ലേലൂയ പാസ്റ്റർ ഷിബു തോമസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേ കർത്താവേ ഹല്ലേലൂയ അത് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ അഡ്വക്കേറ്റ്സിനെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. ആമേ കർത്താവ് ഓരോരുത്തരെയും കർത്താവ് ജ്ഞാനത്താൽ കർത്താവ് നിറയ്ക്കുമാറാകണമേ. ദൈവഹിതത്തിന് അനുസരണമായിട്ട് കർത്താവ് മൂവ് ചെയ്യുവാന് കർത്താവ് ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജയിലിലായിരിക്കുന്നവരുടെ കാലിലെ ആരോഗ്യത്തിന് വേണ്ടി, ആയുസ്സിന് വേണ്ടി കാലിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആരും കർത്താവെ കാലിൽ നിരാശപ്പെട്ടു പോകുവാൻ അപ്പച്ചൻ അനുവദിക്കരുത്. പ്രത്യാശ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനവും കൊണ്ട് കർത്താവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആമേ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവ് ഞങ്ങൾ ഈ വിഷയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവ്. അങ്ങ് അവിടുന്ന് ഹല്ലേലൂയ കാര്യങ്ങളെ ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം. അങ്ങ് അവിടുന്ന് ഏറ്റവും ഉത്തമമായ രീതിയിൽ ഹല്ലേലൂയ സ്തോത്രത്തെ കാര്യങ്ങളെ നിവർത്തിച്ചു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്തതായിട്ട് ഹല്ലേലൂയ സ്തോത്രം. മെയ് 19, 20, 21 ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാ ധ്വനിയുടെ ഇളമ്പള്ളിക്കൽ കൺവെൻഷനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ 3 ദിവസക്കാലം കൺവെൻഷൻ നടക്കുമ്പോൾ ആ ദേശത്തിന് അത് അനുഗ്രഹമായിരിക്കാം. കടന്നു വന്ന് ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാര് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ ദൈവവചനങ്ങൾ ആ ദേശത്ത് വിടുതലായി വ്യാപരിക്കുക, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. വിഷയങ്ങളെല്ലാം നമ്മൾ ദൈവസന്നിധി ഓർത്ത് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോഴും ഒരാൾക്ക് ഈ വിഷയത്തെ വഹിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേർത്തുമായ പ്രഭാതത്തിന് സമയത്തിനാടിനങ്ങിയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രികാലം അത്രയും അടികളോട് കൂടി ഇരുന്ന ആപത്തെന്ത കൂടാതെ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായ സ്തോത്രം കർത്താവേ. ആണ്ടിന്റെ ആരംഭ മാസം ഞങ്ങളെ വിട്ട് കടന്നു, പുതിയൊരു മാസം ഞങ്ങൾക്ക് താമേന ആരംഭ ദിവസം തന്നതിന്റെ ആശുപത്രി മാസത്തിന്റെ ആരംഭൊടുവിലത്തെ സമയം വരും ദൈവാത്മാവോട് കൂടിയിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എന്ന് പറഞ്ഞ വിഷയത്തിൽ തമ്പുരാന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഇളമ്പള്ളി കൺവെൻഷനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദേശത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ ദൈവമേ, ആ ദേശത്ത് നടക്കുന്ന കൺവെൻഷൻ ആ ദേശത്തിന് കർത്താവേ ദേശവാസികൾക്കൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. കടന്നു വരുന്ന ദേവദാസന്മാരെ ശക്തിയോടെ പരിശുദ്ധാത്മാ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരിലൂടെ വരുന്ന ഓരോ ദൂതുകളും ആ ദേശത്തിന് വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണം. അനേകരെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവമേ ദൈവയുടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുവാൻ ദൈവാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഹാലേലിയ. ദൈവമേ സ്തോത്രം. ഹാലേലിയ. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇറങ്ങി ആ ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ ദൈവമേ എന്റെ അഭിഷിക്തന്മാരെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൽ സ്തോത്രം, മറുപടി തന്നിരിക്കാൽ സ്തോത്രം. യേശുവിനുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാം. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യാലും നമ്മുടെ കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പലവിധമായ നമ്മൾ ഓരോ ദിവസവും പലവിധമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് പലവിധമായ കാര്യങ്ങൾ, പൈശാചികമായ കാര്യങ്ങൾ പല വ്യക്തികളിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്ന ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ ഒരു മനസാക്ഷിയും തോന്നാത്ത വിധം കിണറ്റിൽ എറിഞ്ഞു കൊന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ അനേക കാര്യങ്ങൾ ഈ ദേശത്ത് നമ്മുടെ ഈ ചുറ്റുപാടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ ദേശത്ത് നടക്കുമ്പോൾ ദേശത്തെ നമ്മൾ വഹിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെയൊക്കെ വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക. ലോക സമാധാനം നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് അനേകര് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് ആയിരിക്കുമ്പോൾ അനേകർക്ക് സമാധാനമില്ലാതായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഓരോ ദിവസവും രാത്രി കാലങ്ങളിൽ പോലും വളരെ സമാധാന കേട് ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അനേക കുഞ്ഞുങ്ങൾ മദ്യപിച്ചിട്ടൊക്കെ വന്ന പ്രശ്നങ്ങള് പ്രതികൂലങ്ങളൊക്കെ ആയിരിക്കുന്ന അനേക മാതാപിതാക്കൾക്ക് ഉറങ്ങുവാൻ പോലും കഴിയാതെ വന്ന വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മുടെ ദേശത്ത് ദൈവം സമാധാനം നൽകേണ്ടതിനായിട്ട് ഹല്ലേലൂയ സ്തോത്ര. ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ജീവിതങ്ങളെ മേൽ വെളിപ്പെടുവാൻ, അതുപോലെ പൈശാചികന്റെ പ്രവൃത്തി ദേശത്ത് നടക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ പൈശാചികന്റെ പ്രവൃത്തിയെ തകർത്തുകൊണ്ട് ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ട് ഹല്ലേലൂയ ദൈവ അത്ഭുതങ്ങളെ ദേശത്ത് ചെയ്യേണ്ടതിനായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനത്താൽ ദേശം നിറയപ്പെടുവാൻ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദേശത്തിന് മേൽ വളരെ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേക സംഭവങ്ങൾ നടക്കുന്നു. അതിന് ഹല്ലേലൂയ അവിടെയൊക്കെയും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണം. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ആ വിഷയങ്ങളെ ദൈവസന്നിധി ഹല്ലേലൂയ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ആ വിഷയങ്ങളെ ദൈവസന്നിധി വഹിച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളോട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ വർഷത്തിന്റെ 2-ാമത്തെ മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ കർത്താവെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ഈ കേരളത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാടാണെന്ന് കേട്ടിരുന്നതായ ഞങ്ങളുടെ ദേശത്തെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൈശാചികൻ പല രീതിയിലും കർത്താവെ മനുഷ്യരെ കൊണ്ട് ഓരോ ക്രൂരമായ കാര്യങ്ങളൊക്കെയും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണല്ലോ കർത്താവെ. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കർത്താവെ ദയയില്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ നീ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിശ്വാസത്തെക്കാൾ അധികമായി മന്ത്രവാദത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെയും വിശ്വസിച്ചുകൊണ്ട് കർത്താവെ പല കാര്യങ്ങള് ആൾക്കാർ ചെയ്യുന്നില്ല കർത്താവെ. പൈശാചികന് കർത്താവെ ഓരോരുത്തരിലും നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമേ, അവരെല്ലാം നീ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമാധാനവും സന്തോഷവും ഇല്ലാതെ കർത്താവെ കുഞ്ഞുങ്ങളുടെ തെറ്റായ മാർഗങ്ങളൊക്കെയും കണ്ട് മാതാപിതാക്കൾ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവമേ, മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണമേ. ഞങ്ങളെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ നീ വിടുവിക്കണമേ കർത്താവെ. ദൈവത്തെ അറിഞ്ഞ് ദൈവവിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ നീച്ച കാര്യങ്ങളെല്ലാം വിട്ട് ദൈവമേ, ദൈവത്തിന് കർത്താവെ കൊള്ളാകുന്നവരായി മുൻപോട്ട് പോകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേരളത്തെ നീ വിടുവിക്കണമേ, കേരളത്തെ നീ രക്ഷിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവെ. യൗവനക്കാരെ നീ വിടുവിക്കണമേ കർത്താവെ. എല്ലാ അനിഷ്ട സംഭവങ്ങളെയും കർത്താവെ നീ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, നീ വിജയം തന്നിരിക്കാൻ സ്തോത്രം. പൈശാചികന്റെ എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ നീ വിടുവിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ, 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 ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ലോകരാജ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കാം, നമ്മുടെ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കാം, അതുപോലെ നമ്മുടെ ഭരണകൂടത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സമാധാനപരമായ ഭരണം വഹിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഇന്ത്യക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങള് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെ ഭരിക്കുന്ന ഓരോ ഭരണകർത്താക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. ദൈവിക സമാധാനപൂർണമായ ഒരു ഭരണം കാഴ്ചവെപ്പാനായിട്ട് ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങൾക്കായി, നമ്മുടെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, എന്റെ അപ്പച്ച, പിന്നെയും കർത്താവേ അപ്പ പറയപ്പെട്ട വിഷയങ്ങളുമായിട്ട് അപ്പച്ചാടികളെ മൂത്തേക്ക് തന്നെ നോക്കി കർത്താവേ, ദാസന്റെ കണ്ണയജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണയജമാന്റെ കയ്യിലേക്ക് നോല്ലപ്പച്ച ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോങ്കിലേക്ക് അവിടെ ഞങ്ങളോട് കൃപ ചെയ്യുവോളും കർത്താവേ. ഞങ്ങൾ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാനും ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങൾ വിടിയിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല കർത്താവേ. അപ്പ ആ ബലമുള്ള കരത്തിലേക്ക്, വീടുന്ന കരത്തിലേക്ക്, നീട്ടിയ ഭുജത്തിലേക്ക്, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരത്തിലേക്ക്, നീതിയോടെ ഉത്തരമുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് അപ്പ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ അപ്പ ഞാൻ കർത്താവേ അതിന്റെ ഓരോ സ്റ്റേറ്റ്സിനെയും കർത്താവിന്റെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുക കർത്താവേ. അപ്പ ഇന്ത്യ ഭരിക്കുന്ന ഓരോ ഭരണാധികാരികളെ ഏൽപ്പിക്കുന്ന കർത്താവേ. അപ്പ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ മോദി ഗവൺമെന്റിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. യുപിയിലും മറ്റ് പല സ്ഥലങ്ങളിലും കർത്താവേ അപ്പ വളരെയേറെ കർത്താവേ ദൈവമക്കൾക്ക് ദൈവജനങ്ങൾക്ക് എതിരായിട്ട് ശത്രുവാൻ വാടക കോരിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങൾ രക്ഷിപ്പാനും പിടിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ കർത്താവേ. മനുഷ്യരുടെ സഹായം വ്യർത്ഥമാ. ദൈവത്തെ ഞങ്ങൾ വീണ്ടും പ്രവർത്തിക്കുക. അവിടെ തന്നെ ഞങ്ങളുടെ വൈരികളെ മെതിച്ചാലും ദൈവം ഉണ്ടല്ലോ കർത്താവെ. അപ്രകാരം കർത്താവെ ശത്രുവായൻ കർത്താവെ അപ്പ ഞങ്ങളുടെ ഭരണകൂടത്തെ കരങ്ങളിൽ എടുത്ത് കർത്താവെ ദൈവമക്കൾക്കും ദൈവജനങ്ങൾക്കെതിരായിട്ട് പോരാടുമ്പോൾ
ദൈവമേ യഹോവേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുള്ള സഹായിപ്പാൻ അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ലോ കർത്താവേ. ദൈവമേ ദൈവകാര്യങ്ങളിലേക്ക് ആ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. ആ യോഗ ആദിത്യനാഥനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പക്ഷേ ഏൽപ്പിക്കുന്ന കർത്താവെ അതുപോലെ മറ്റെല്ലാ കർത്താവെ മേലധികാരികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ശത്രു കുരുടാക്കി വെച്ചിരുന്ന കർത്താവെ ആ കണ്ണിനെ അപ്പാ ദൈവമേ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ. ഒരു കാലത്ത് ഇന്ത്യ ഒരു മതേതര രാജ്യമായി കർത്താവെ ഇതുവരെയും കാണപ്പെട്ട എന്നാൽ എൻ്റെ കർത്താവെ അതിനെതിരായിട്ട് കർത്താവെ ഇപ്പോൾ വളരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ സ്വർഗത്തിലെ ദൈവം അങ്ങല്ലാതെ ഞങ്ങളെ വിടിയിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല കർത്താവെ. ദൈവമേ അപ്പച്ചാ ഹല്ലേലൂയ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് കർത്താവെ ആ വിഷയത്തിന്മേൽ പ്രവർത്തിച്ച അവിടുത്തെ പൊന്നുനാമം മഹത്വമെടുക്കണമേ. അവിടുത്തെ നാമം അശുദ്ധമായി തീരുവാൻ അവിടുന്ന് അനുവദിക്കുക ദൈവമല്ലല്ലോ. അവിടുത്തെ മഹത്വം മറ്റൊരു സ്ത്രീ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക ദൈവമല്ലല്ലോ. അപ്പച്ചാ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കർത്താവെ ഓരോ സ്റ്റേറ്റ്സിലും വെളിപ്പെടുവാൻ കർത്താവെ അപ്പ അവിടുന്ന് ഇടയാക്കണമേ. ഒരു ആത്മീയ ഉണർവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ രാജ്യത്ത് കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ അവിടെ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നാൽ കർത്താവെ മറ്റാർക്കും പ്രതികൂലമായി നിൽക്കാൻ കഴിയുകയില്ലല്ലോ കർത്താവെ. സ്തോത്രം സ്തോത്രം. ബലമുള്ള കാര്യത്തിലേക്ക് ഏൽപ്പിക്കുക കർത്താവെ. ദൈവമേ അവിടുത്തെ പ്രവർത്തിച്ച കർത്താവ് മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മറ്റ് ലോക രാജ്യങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലയിടത്തും യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ. അവിടെയൊക്കെ ദൈവിക സമാധാനം ഉണ്ടാകും എന്തൊക്കെ കർത്താവ് ഇടയാക്കണം. പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ പ്രാർത്ഥിപ്പാൻ പറഞ്ഞ കർത്താവ് ദൈവം അനേക നാളുകളായിട്ട് അവിടെയൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്വർഗത്തിലെ ദൈവം അതിന്മേൽ കർത്താവെ ഒരു തീർപ്പ് അവിടുത്തെ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക നിരപരാധികൾ കർത്താവെ ലോകത്തിൽ മാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. അപ്പാ ഭരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ട ദൈവ കൃപ കൊടുത്ത കർത്താവെ ദൈവമേ ഒരു ദൈവിക സമാധാനം കർത്താവെ സംജാതമാകുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അവിടുന്ന് പ്രവർത്തിച്ച് മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്കന്നെ സകലവും ഞങ്ങളുടെ ജീവിച്ച കർത്താവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപകൾക്ക് മറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ബോർഡ് എക്സാം തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേക അടിയന്റെ മകനും 10ാം ക്ലാസ്സിലെ എക്സാമിന് തയ്യാറെടുക്കുന്ന പേര് ആമോസ് എന്നാണ്. പൈതന്നെ വഹിച്ച് ദേശത്തിനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്താ ദൈവം നിറയ്ക്കട്ടെ. എക്സാം ഒക്കെ നന്നായി എഴുതുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ രോഗികളായി ആയിരിക്കുന്നവരെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗം അതുപോലെ കിഡ്നി സംബന്ധമായ രോഗമൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുത വിടുതൽ ദൈവം അവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടണം. അവർക്ക് പൂർണ്ണമായ സൗഖ്യം ദൈവം കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവരെ വഹിച്ച് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ 2 വിഷയങ്ങളെ വഹിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ. അപ്പൊ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അല്പസമയം അപ്പന്റെ പാദപീഠത്തിലിരിക്കട്ടെപ്പാ. ഞങ്ങൾ ഭയത്തോടെ വിറയലോടെ സന്നിധി ബോധത്തോടെ അപ്പന്റെ പാദപീഠത്തിലായിരിക്കും. എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കർദാസി പറഞ്ഞതായ സകല വിഷയങ്ങളെയും അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ക്യാൻസറിന്റെ രോഗത്താല് ഭാരപ്പെടുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അപ്പൊ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ധ്വനിയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവേ. ഞങ്ങൾ ഇവിടെ നിങ്ങളായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അപ്പച്ചന്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പാനല്ലാതെ കരയുവാനല്ലാതെ ഞങ്ങളെ കൊണ്ട് മറ്റൊന്നിനും കഴിയില്ലപ്പാ. എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടുത്ത ദിവസങ്ങളിലൊക്കെ അടുത്ത നിമിഷങ്ങളിലൊക്കെ അവരുടെ ഹല്ലേലൂയ കർത്താവയുടെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ പൂർണ്ണ വിടുതലുണ്ടോ എന്ന് കേൾക്കുവാൻ തക്കണം എന്റെ കർത്താവ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ രോഗികളായി ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ക്യാൻസർ രോഗമല്ലാതെ
ഭാരപ്പെടുന്നവരുണ്ടപ്പാ. അവരെ എല്ലാം ഈ തരണത്തില് അതിനോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൻ്റെ കരോടുന്ന് തൊടുമാറാകണമേ, അത്ഭുതം പ്രവർത്തിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ വിടുതൽ അപ്പൻ അയച്ചതിനാല സ്തോത്രം. ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുക സ്വർഗം സഹായിച്ചതിനാല സ്തോത്രം. ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അപ്പച്ചാൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പരീക്ഷ എഴുതുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണേ കർത്താവേ. അവരുടെ ബുദ്ധിയെയും ബുദ്ധിമണ്ഡലത്തെയും അപ്പൻ തുറന്നു കൊടുക്കണേ കർത്താവേ. നല്ല പരീക്ഷ എഴുതി അനുഗ്രഹിക്കപ്പെട്ട വിജയം അവർ കരസ്ഥമാക്കുവാൻ സ്വർഗത്തിൽ അപ്പച്ചനെ ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്കെല്ലാം കർത്താവ് അല്ലെങ്കിൽ പഠിക്കുവാനുള്ള അറിവും ബുദ്ധി ജ്ഞാനവും ഒക്കെ കൊടുക്കണേ കർത്താവ്. ഞങ്ങളുടെ തലമുറകളൊന്നുപോലും കർത്താവേ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാവികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിക്കാതെയും നേർവഴി നടക്കുവാനും ഈ ദൈവത്തെ അല്ലേലും മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽപ്പാനുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനാല സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് വരവിനാ ഒരുക്കണം. സകലം ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇതുവരെ സഹായിച്ചല്ലോ. പിന്നെ ദൈവകരങ്ങൾ വഹിക്കുന്ന പരിശുദ്ധ പിതാവേ തിരുസന്നിലേക്ക് ഇത്രയും സമയം ദൈവസന്നിധി വിവിധ വിഷയങ്ങളെ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. പ്രത്യാല പ്രിയ സാമ്പ്രത പറഞ്ഞ സ്നേഹം ഉൾക്കേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജോർജിയയിലേക്ക് കടന്നുപോയി സന്തോഷത്തോടെ അവിടെ ചെന്നെത്തുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ വലിയ കരം കൂടെ ഇരുന്നതിനായിട്ട് നന്ദി പറയുന്നു. പിന്നെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൃപ കൂടെ ഇരിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങൾ ഏൽപ്പി ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചിരിക്കായി സ്തോത്രം. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചില വിഷയങ്ങൾ ദൈവസ്ഥനെ വഹിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് അവസരങ്ങളെ ഒരുക്കി. ദാസി നന്നായ കാര്യങ്ങൾ തികച്ചും എന്നോടുള്ള നന്ദി ഈ തരണത്തില് പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ കൃപ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഹിതപ്രകാരം ദൈവം പകരണം. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മറുപടികൾ നൽകി ദൈവം ആദരിപ്പാണ്ടക്കവണ്ണം ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവ വചനത്തോട് ചേർന്ന സമയങ്ങളെ വേർതിരിക്കാം. 55 സങ്കീർത്തനം അതിന്റെ 16, 17 വാക്യങ്ങള് നമുക്ക് ദൈവസന്നിധി വായിക്കാം. 55 സങ്കീർത്തനത്തിന്റെ 16, 17 വാക്യം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്ന് അറിയപ്പെടുന്ന, അപ്പോൾ തന്നെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ഭക്തനാണ് ദാവീദ്. ഇശായി പുത്രനായ ദാവീദ് അറിയപ്പെട്ടത് ഇശായി പുത്രൻ എന്ന പേരിന് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് അറിഞ്ഞ, ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ, ദൈവികമായ ആ നന്മകളെ, ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയില് പ്രാപിച്ച് ദൈവ സന്നദ്ധിയില് വിശ്വസ്തയോടെ നിലകൊണ്ട അനുഭവങ്ങളാണ്. തന്റെ സങ്കീർത്തനങ്ങളെല്ലാം നാം പരിശോധിച്ചു വരുമ്പോൾ, ആകമാനം നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏത് അനുഭവങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നിലപാട് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായി. പ്രാർത്ഥനയോടുള്ള ബന്ധത്തില് ആഴമായ ചിന്തകളെ സങ്കീർത്തനക്കാരൻ വിവിധ അനുഭവങ്ങളില് നമുക്ക് പകരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇപ്രകാരമൊക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെങ്കിലും അല്ലെങ്കിൽ കടന്നു പോയതെങ്കിലും തന്നെ പ്രാർത്ഥനയുടെ നടുവില് വെളിപ്പെട്ട ദൈവ കൃപയുടെ ആഴങ്ങള്, അത് ദൈവികമായ നന്മകളെ തന്നിലേക്ക് വെളിപ്പെടുത്തുക മാത്രമല്ല, അപ്പുറത്ത് ശത്രുവിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളെയും ധാരാളമായി വെളിപ്പെടുത്തുവാനിടയാണ്.
അദ്ദേഹം തന്നെ പറയുന്നത് അതിന്റെ 12-ാമത്തെ വാക്യത്തില്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണ സ്നേഹിതനുമായി. അദ്ദേഹത്തിന്റെ വാക്കുകളില് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന അനുഭവം തന്റെ ജീവിതത്തിലുണ്ടായി. ഇപ്പൊ ദിവസം 3 നേരം ദൈവസന്നിധി പ്രാർത്ഥിച്ച ആ ഭക്തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളില് പുറമേയുള്ള ആളുകളിൽ നിന്ന് മാറി അകത്തെ അനുഭവങ്ങളില് തനിക്ക് എതിരുകളുണ്ടായി വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക്, ദൈവസന്നിധിയിലെ തന്റെ ആശ്രയങ്ങൾക്ക് മാറ്റം വന്നു. 22-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോ അദ്ദേഹം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേല് വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഒരു ദൈവ പൈതലിന്റെ നീതി തെളിയിക്കേണ്ടത് അവൻ ആശ്രയിക്കുന്ന ദൈവമാണ്. മനുഷ്യർക്ക് ആർക്കും ഒരു ദൈവ പൈതലിന്റെ നീതിയെ തെളിയിക്കുവാനായിട്ട്, വെളിപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് ഭാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയുവാനായിട്ട് കഴിയുക. അവർക്കും വേദനകളും നിരാശകളും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും വേദനകളും നിരാശകളും ഉണ്ടെന്ന് തന്നെയാണ് മറുപടി. അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി ഉണ്ട് എന്നാണ്. എന്നാൽ അതിനപ്പുറത്ത് ദൈവം തന്റെ ഹിതപ്രകാരം, തന്റെ ആലോചന പ്രകാരം, തന്റെ ഉദ്ദേശപ്രകാരം കാര്യങ്ങളെ തികയ്ക്കുമ്പോൾ സംഗീതനക്കാരൻ ഉറപ്പിച്ചു പറയുന്ന കാര്യം ഇതാണ്: നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഈ പ്രഭാതം ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ മുൻപില് നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഇന്ന പോലെ ആ കാര്യങ്ങൾക്കൊക്കെ നീക്കം വന്നേക്കാം, എന്ന നിലകളില് അതിന് നടുവില് ദൈവം പ്രവർത്തിച്ചേക്കാം. പക്ഷെ അതിനപ്പുറത്ത്, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത്, നമ്മളായിരിക്കുന്ന തലങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഒക്കെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നടുവിലും ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. തിരുവചനം പറയുന്നു, അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ പ്രഭാതം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേല് പകരപ്പെട്ടിരിക്കുമ്പോ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേല് ദൈവം പകർന്നുകൊണ്ടിരിക്കുമ്പോ, ആ ദൈവ കൃപയോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് വീണ്ടും കൃപ ചെയ്യട്ടെ. അപ്പോസ്തലനായ പൗലോസ് ദൈവസന്നിധിയില് തന്റെ ശരീരത്തിന്റെ ക്ലേശം നിമിത്തം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ അശൂലം മാറിപ്പോകുവാനായിട്ട് അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിച്ചു. 1-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോഴും 2-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോഴും വീണ്ടും അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോഴും കർത്താവ് പറഞ്ഞ മറുപടി ഒന്ന് തന്നെയാണ്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയില് തികഞ്ഞു വരുന്നു. ചില വിഷയങ്ങൾക്ക് നാം പ്രാർത്ഥിക്കുമ്പോഴും അതിന്റെ നടുവില് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മറുപടികൾ വെളിപ്പെടേണ്ടത് ആവശ്യമാകൊണ്ട് ആ ദൈവഹിതപ്രകാരമുള്ള മറുപടികൾ വെളിപ്പെടുവാനായിട്ട് ദൈവസന്നിധിയില് നമ്മെ സമർപ്പിക്കേണ്ടതും ആവശ്യമായി. ഭക്തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ നാം പരിശോധിക്കുമ്പോൾ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞവനോടുള്ള ബന്ധത്തിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ യിശ്ശായി പുത്രനായ ദാവീദിനെ ദൈവം ഉയർത്തി. ആ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ആധികാരികമായ പദവിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഒന്നുകൂടെ പറഞ്ഞ, യിശ്ശായി ഗോത്രത്തില് ഇതുവരെ രാജാക്കന്മാരുണ്ടായിരുന്നില്ല, രാജകീയമായ അനുഭവങ്ങളിലേക്ക് വന്നവരുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചവനോടുള്ള ബന്ധത്തില്, പ്രാർത്ഥിച്ചവനോടുള്ള ബന്ധത്തില്, ദൈവത്തെ തന്നെ ഏൽപ്പിച്ചവനോടുള്ള ബന്ധത്തില് ദൈവിക മഹത്വം ദൈവം വെളിപ്പെടുത്തിയപ്പോ അത് ചരിത്രത്തിന്റെ അനുഭവങ്ങളില് ഇടം പിടിക്കത്തക്കവണ്ണം ദൈവ പ്രവൃത്തി അവന് തികഞ്ഞു വരുവാനിടയായി.
സ്തോത്രം. അത് മാത്രമല്ല, ദൈവത്തിന്റെ വചനം നാം വായിച്ചു വരുമ്പോ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഇങ്ങനെ ആർപ്പിക്കുന്നു: ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിച്ചു കൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. നോക്കിക്കേ, പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിച്ച ഒരുവനോടുള്ള ബന്ധത്തില് ദൈവിക മഹത്വം വെളിപ്പെട്ടപ്പോ അത് അവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ അനുഭവങ്ങൾക്ക് മാത്രമല്ല മാറ്റം വരുത്തുവാനിടയായത്. തലമുറകളോടുള്ള ബന്ധത്തിലും ആ ദൈവിക പദ്ധതികൾ നിറവേറിയെങ്കിൽ ലോകം കാത്തിരുന്ന മശിഹയോടുള്ള ബന്ധത്തില് അവന്റെ പേര് കൂടെ ചേർത്ത് വെച്ച് പണിയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, ദൈവത്തിന് ഹിതമായി എങ്കിൽ, ദൈവസന്നിധിയില് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം തന്റെ ഹിതപ്രകാരമുള്ള മറുപടികൾ നൽകി, ദൈവം തന്റെ ഹിതപ്രകാരമുള്ള ആലോചനകൾ നൽകി ആദരിപ്പാൻ മാനിപ്പാൻ ഇടയാകട്ടെ. സ്തോത്രം. 18-ാം വാക്യത്തില് സംഗീതക്കാരൻ പറയുകയാ: എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കും, ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. കയർക്കുന്ന അനുഭവങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതല്ല. അത് നാളുകളായുള്ള പലവിധമായ സാഹചര്യങ്ങളും പലവിധമായ അനുഭവങ്ങളും ഒക്കെ എതിരായി വരുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നുണ്ടാകുന്നതാണ് കയർക്കുന്ന അനുഭവം. എന്നാൽ കയർക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും ദൈവം അവനെ മറപിടിച്ചുവെന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവം അവന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തില് ഭാരപ്പെടുന്ന, ഞരങ്ങുന്ന, വേദനയോടെ ആയിരിക്കുന്ന, പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതെ ആയിരിക്കുന്ന അനുഭവങ്ങളോടുള്ള ബന്ധത്തില് ദൈവാത്മാവ് ഈ പ്രഭാതം നമ്മളോട് ഇങ്ങനെ ആർപ്പിക്കുന്നു: അവൻ നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തില് ആക്കി വെക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളത്തില് പകർന്നു കഴിഞ്ഞാൽ തിരുവചനം നമ്മെ ആർപ്പിക്കുന്നു: ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം, അത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണെന്ന് പിന്നീട് ദൈവത്തിന്റെ ആത്മാവിനാല് അത് രേഖപ്പെടുത്തുവാനും ഇടയാണ്. ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുന്നവരായി, ദൈവമുഖം അന്വേഷിക്കുന്നവരായി തുടർന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഭയത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങൾക്ക് സാധ്യതകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയുണ്ട്, ഒരു ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം നമ്മെ ആർപ്പിക്കുന്നത്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ശ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തില്, യാക്കോബിനോടുള്ള ബന്ധത്തില് തന്റെ ദാസനായ യെശയ്യാവ് മുഖാന്തരം ദൈവം സംസാരിക്കാനിടയായി. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ മറ്റൊരു വ്യക്തിയാണ് ദൈവദാസനായ ദാനിയേൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് ദൈവഹിതപ്രകാരമുള്ള പദ്ധതികള് വെളിപ്പെട്ടപ്പോ മനുഷ്യമായ തലങ്ങളില് ചില ഭാരങ്ങൾക്ക്, ചില വേദനകൾക്ക്, ചില ഒറ്റപ്പെടലുകൾക്കൊക്കെ കാരണമായി എങ്കിലും അതിന്റെ നടുവിലും ദൈവിക മഹത്വം ദൈവം വെളിപ്പെടുത്തുവാനിടയാണ്. ഇനിയും പ്രാർത്ഥിച്ച, 3 നേരം പ്രാർത്ഥിച്ച ദാനിയേല് 6-10 വാക്യം നാം വായിക്കുമ്പോ, താൻ മുൻപ് ചെയ്തു വന്നിരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നദ്ധിയില് പ്രാർത്ഥിച്ചുവെന്നാണ് അവിടെ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. താൻ മുൻപ് ചെയ്ത് വന്നതുപോലെ
ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പിന്നെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് എഴുന്നേറ്റവന് നേരെ പോയത് സിംഹങ്ങളുടെ ഗുഹയിലേക്കാണ് എന്നും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. എന്നാൽ സിംഹത്തിന് തന്നോടുള്ള ബന്ധത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും വളരെ ഉറപ്പായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുന്നു. അത് മാത്രമല്ല, സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ജീവനോടെ കരയേറി വന്നവനോടുള്ള ബന്ധത്തില് ദൈവിക മഹത്വം വെളിപ്പെട്ടപ്പോ അവനെ അതിലേക്ക് ഇറക്കുവാൻ കാരണമായവരോടുള്ള ബന്ധത്തില്, നമ്മുടെ ബന്ധക്കോസുകാരുടെ ഭാഷയെ പറഞ്ഞ ഇതുവരെയുള്ള നാളുകളില് എതിരായിരുന്നവരുടെ കാര്യത്തില് ദൈവം ഒരു പ്രവൃത്തി കൂടെ തികപ്പാനിടയായി. ഇനിയും ഘോരപുത്രന്മാരുടെ വാക്കുകൾ എങ്ങനെയാണ്? മിണ്ടാതിരിക്കുക, ദൈവം ആര് എന്ന് അറിയുക. മിണ്ടാതിരുന്ന ദൈവം ആരെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പുതിയ മാസത്തിന്റെ പ്രാരംഭ ദിനം ദൈവസന്നിധിയില് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ വീണ്ടും തുടരുവാൻ, നമ്മുടെ അപേക്ഷകൾ വീണ്ടും ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ, പ്രിയ സഹോദരി സജിനി പ്രഭാതം പ്രാർത്ഥനയ്ക്കായി ഓർപ്പിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബാങ്കില് ലോണിനോടുള്ള ബന്ധത്തില് അപേക്ഷ കൊടുത്തു, പല ദിവസങ്ങളില് കടന്നുപോയി, വീണ്ടും തിങ്കളാഴ്ച കടന്നു പോകുന്നു. അതിന് നടുവില് ദൈവഹിതപ്രകാരം ഒരു മറുപടി ലഭിക്കണം. ദൈവം അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കണം. പ്രാർത്ഥനയുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നത് വരെ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ പ്രാർത്ഥിപ്പാൻ നമുക്ക് ഇടയാകണം. ദാനിയേൽ ചെയ്ത പോലെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയില് സ്തോത്രം ചെയ്ത് ദൈവിക വിടുതലുകളെ, ദൈവിക നന്മകളെ പ്രാപിപ്പാൻ സ്വർഗത്തിലെ വലിയ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ഈ പ്രഭാതം നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും ദൈവസന്നിധിയിൽ ഉയരട്ടെ. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ ഭക്തനെ ദൈവം ആദരിച്ചു. നമ്മയും ആദരിക്കുന്ന ഒരു ദൈവകരം നമ്മളോട് കൂടെ ഉണ്ട് എന്ന ആ വലിയ ഉറപ്പോടെ, വലിയ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നേറുവാനായിട്ട് ഒരുക്കപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത്രത്തോളം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട അവസരത്തിന് വീണ്ടും നന്ദി പറയുന്നു. ഒരിക്കലൂടെ ഈ പ്രഭാതത്തില് ഗാനങ്ങൾ ആലപിച്ച് നമ്മളോടുള്ള ബന്ധത്തില് കൂട്ടായ്മയെ സഹകരിച്ച കർത്തദാസി ഷേർലി ജോണിനോട് നന്ദി പറയുന്നു. പ്രാർത്ഥനയില് നമ്മെ സഹായിച്ച കർത്തദാസി ജെസി മനോജിനോട് നന്ദി പറയുന്നു. വിവിധ അനുഭവങ്ങളിൽ നിന്ന് ഈ പ്രഭാതം ദൈവസന്നിധിയില് കൂട്ടായ്മയ്ക്കായി കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ പ്രഭാതത്തിലെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസൻ ശ്യാം മാത്യു അവരുകൾ, ബഹ്റിൻ ചാപ്റ്ററിൽ നിന്ന് ഉള്ള പ്രിയ കർത്താവിന്റെ ദാസൻ ശ്യാം മാത്യു അവരുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ നമ്മുടെ മീറ്റിംഗ് പര്യവസാനം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ പുതിയ മാസത്തിൻ്റെ, ഈ വർഷത്തിൻ്റെ 2ാം മാസത്തിൻ്റെ ആദ്യ ദിനം പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാധ്വനി പ്രാർത്ഥനയുടെ തണലിൽ എന്ന ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഇത്രയും പേർക്ക് വിവിധ സ്ഥാനങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് സമയം കണ്ടെത്തി ഈ പ്രഭാതത്തിലും അങ്ങയുടെ സാന്നിധ്യവും കൃപയും മനസ്സിലാക്കുവാൻ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് ഈ കർത്താവ് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് ദൈവവചനം പറയുന്നത് പോലെ. ഞങ്ങളുടെ ഏതവസ്ഥയിലും കർത്താവെ ഞങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. പ്രിയ പിതാവേ, സ്തോത്രം. ഈ കർത്താവ് മീറ്റിങ്ങിൻ്റെ പ്രാരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെയും കർത്താവിൻ്റെ കൃപ അനുഭവിച്ചറിയാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവ് നല്ല ഗാനങ്ങളൊക്കെ പാടി ആരാധിപ്പാൻ ദൈവം അവസരം തന്നല്ലോ കർത്താവെ. പ്രിയ സിസ്റ്റർ ഷേർലി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരദാസിയെ അനുഗ്രഹിക്കണമേ കർത്താവെ. വിധമായ വിഷയങ്ങൾ
പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നു. അതിന് നേതൃത്വം നൽകുവാൻ ജെസ്സി സിസ്റ്ററെ ദൈവം ബലപ്പെടുത്തിയല്ലോ കർത്താവേ. അവരെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിവിധമായ വിഷയങ്ങൾ, ഞങ്ങൾ ഭാരപ്പെടുന്ന അനേക വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും കർത്താവ് യഥാർത്ഥമായ ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് അരുളി ചെയ്ത ദൈവമേ കർത്താവേ, അതിൻ്റെ തലത്തിലുള്ള ആ അവസ്ഥകളും നല്ലതുവണ്ണം അറിയുന്ന ഞങ്ങളുടെ ഒരു കർത്താവുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കഷ്ടതകളും വിധമായ പ്രതിസന്ധിയിലൊക്കെ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നല്ലോ. സകല ആവശ്യങ്ങൾക്കും മതിയായ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവെ. തുടർന്ന് സഹായിക്കണം. അത്ഭുതത്തിൻ്റെ സാക്ഷ്യം അടുത്ത ദിവസങ്ങൾ കേൾപ്പാൻ ദൈവം അവസരം നൽകണമേ കർത്താവെ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. പ്രത്യേക വചനത്തിലൂടെ ശക്തമായ അല്പസമയമെങ്കിലും കർത്താവെ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സംസാരിച്ച പ്രിയ ദൈവദാസനെ അങ്ങയുടെ കരത്തിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്ന ദൈവം അപ്പാ, ദൈവിക സമാധാനം, മനുഷ്യൻ നൽകുന്ന സമാധാനം അപ്പം അത് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതൊരിക്കലും ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ദൈവം തരുന്ന ദൈവിക സമാധാനം, ആ കരുതൽ സ്തോത്രം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവം അവസരം നൽകണമേ കർത്താവെ. ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവ് അങ്ങാണ്. ഞങ്ങളുടെ പ്രാണനെ ഹല്ലേലൂയ ആർക്കും ദയ തോന്നാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ അന്യരായി പരദേശികളായി തീർന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തൊരു കർത്താവ്, സമാധാനത്തിലാക്കുന്ന ദൈവം സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ ദിവസവും ഓരോ നിമിഷവും ദാനമായി നൽകി നടത്തുന്ന കർത്താവെ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കേൾപ്പിച്ച നല്ല ആലോചനയുടെ മുമ്പാകെ അടിയങ്ങളെ സമർപ്പിക്കുന്നു. പ്രിയ ദൈവദാസനെ, കുടുംബത്തെയും കർത്താവെ, തലമുറകളെയും ശുശ്രൂഷകളെയും എല്ലാം അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാധുനിക്ക് ശക്തമായി നേതൃത്വം നൽകുന്ന ബെൻസൺ പാസ്റ്ററെയും കുടുംബത്തെയും ദാസിന്റെ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടന, സഭ, പ്രവർത്തന മേഖലകൾ, ശുശ്രൂഷകൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കർത്താവെ ചാപ്റ്റേഴ്സിനായി സ്തോത്രം. നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അറ്റൻഡ് ചെയ്ത ഞങ്ങളുടെ എല്ലാ ദൈവമക്കളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവ് എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് തന്നെ. പ്രിയ പിതാവെ, ഞങ്ങൾ എവിടെയായിരുന്നാലും വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം, കൃപയിൽ മറയ്ക്കണം. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സംസർഗവും കൂട്ടായ്മയും ഇന്നു മുതൽ എന്നേക്കും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ കൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. എല്ലാവരെയും ധാരാളമായ